നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ജയലക്ഷ്മിയാണ്. നമ്മളിന്ന് തെരളിയപ്പം ഉണ്ടാക്കാൻ പോവാം. കുറച്ച് ഗോതമ്പ് കഴുകി പൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം 1 കിലോ ശർക്കര പാനിയാക്കി ഒഴിച്ചു. പിന്നെ അത് ചേർക്കാൻ അത്യാവശ്യം പഴങ്ങളുണ്ട്, കുറച്ച് ചുക്കും ജീരകവും ഏലക്കയും കൂടെ ചേർത്ത് പൊടിച്ചതും കൂടെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി കുഴച്ച് നമുക്ക് വയണയിലയിൽ പരത്തിയെടുക്കാം. പഴവും തേങ്ങയും ശർക്കരയും ഏലക്കയും ചുക്കും ജീരകവും എല്ലാം പൊടിച്ചത് ചേർത്ത് ഇങ്ങനെ നമ്മൾ നന്നായി കുഴച്ചെടുത്ത മാവിനെ ഈ പരുവത്തിൽ ഇലയിൽ മടക്കി എടുത്തിട്ട് ഇഡ്ഡലിത്തട്ടിൽ വെച്ച് ആവി കയറ്റി പുഴുങ്ങിയെടുക്കുന്നതാണ് തെരളി. ആണ് ആ പറഞ്ഞ തെരളി. കണ്ടോ, നമ്മളെല്ലാം ഒരു ഇലക്കകത്ത് 2 പീസായിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഉരുട്ടി വെക്കും. നീളത്തിൽ തല്ലിത്തേങ്ങയുടെ ഷേപ്പിൽ വരും. ഇങ്ങനെ നീളത്തിൽ വെച്ചിട്ട് അതിൻ്റെ തണ്ട് തന്നെ മടക്കി കുത്തി അടച്ച് ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നതാണ് തെരളി. ആ ഇലയുടെ മണമാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ മാവിനെക്കാട്ടും നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിനെക്കാട്ടും പ്രധാനം ആ സാധനത്തിന്, തെരളിക്ക് അതിൻ്റേതായ ഫ്ലേവർ കൊടുക്കുന്നത് ഈ ഇലയാണ്. അസാധ്യ രുചിയായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി കഴിക്കുമല്ലോ. അതെങ്ങനെയാണെന്ന് ഞാനത് ഒരെണ്ണം എടുത്ത് പൊളിച്ച് കാണിച്ചു തരാം. ഒരെണ്ണം നമുക്കെടുക്കാവേ. ഒരെണ്ണം എടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ടു. ഇതാന്ന് നോക്കണേ, കണ്ടോ, അതിൻ്റെ ഇലയാണ് അകത്തേക്ക് തന്നെ ആ തണ്ട് മുളച്ച് വെക്കുന്നത്. എന്നിട്ട് 2 കഷ്ണം അകത്തൊരു പീസ് ഇതേപോലെ തന്നെ വെക്കുക. അതിൻ്റെ ഇലയുടെ തണ്ട് നമ്മൾ നീക്കി വെക്കുക. ചൂട് കൈ കൊള്ളുന്നു. കണ്ടോ, ഇതേപോലത്തെ ഒരു പീസ് നമ്മൾ ഉരുട്ടി അകത്ത് വെച്ചിട്ട് അതിൻ്റെ തുമ്പ് ഇങ്ങനെ നീട്ടിയിട്ടിട്ട് അതിനകത്തേക്ക് അടുത്ത പീസും കൂടെ വെച്ച് ചുരുട്ടി ഈ തണ്ട് കൊണ്ട് തന്നെ അങ്ങോട്ട് മടക്കി കുത്തിയിട്ടാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.